നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്ര നിമിഷം കാത്ത് രാജ്യം. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക്. യാത്ര നീണ്ടത് 126 ദിവസം. പുതുചരിത്രമെഴുതി ISRO. ED സംഘത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ബംഗാൾ കലുഷിതം. മമതാ സർക്കാരിന് ഗവർണറുടെ താക്കീത്. ബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ലെന്ന് ഗവർണർ. രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട അധീർ രഞ്ജൻ ചൌധരി. വേണ്ടത് KC വേണുഗോപാൽ. തോമസ് ഐസക്കിന് വിടാതെ ED. കിഫ്ബി മസാല ബോണ്ട് കേസിൽ 12-ന് ഹാജരാവണം. നിയമപരവും രാഷ്ട്രീയവുമായി നേരിടുമെന്ന് ഐസക് ന്യൂസ് 18നോട്. വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛന് കുത്തേറ്റു. കുത്തിയത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു. മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ തമിഴ്നാട്ടിൽ കസ്റ്റഡിയിൽ. സർക്കാരിനോട് മയപ്പെട്ട് ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗം നടത്തും. സർക്കാരുമായി ഒരു പ്രശ്നവുമില്ല. ഗവർണർ വായി നോക്കിയെന്ന് MM മണി. രാഷ്ട്രപതിയാണ് പിന്നെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുക്കാം. ഇത് അതൊന്നുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. വെല്ലുകൾ നടക്കുന്നത് വായി നോക്കിയൊക്കെയാണ് ഗവർണറായി കൊണ്ടുവെക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ ജില്ലയിലേക്ക് ക്ഷണിച്ച വ്യാപാരികൾക്കും മണിയുടെ അധിക്ഷേപം. ിൽ കായംകുളത്ത് കാലുവാരിയെന്ന് ആവർത്തിച്ച G സുധാകരൻ. പുറകിൽ കഠാരൊളിപ്പിച്ചു കുത്തുക ചിലരുടെ ശൈലി. KK ചെല്ലപ്പൻ തനിക്കെതിരെ നിന്നു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും വിമർശനം. സാമുദായിക പരാമർശത്തിൽ K മുരളീധരനെ തള്ളി MM ഹസൻ. സംഘടനകളുമായി കോൺഗ്രസിന് നല്ല ബന്ധം. നേതൃത്വത്തിന് പരിചയക്കുറവ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാത്തത് പോരായ്മയെന്നും ഹസൻ. KCU അസംബ്ലി പ്രസിഡന്റുമാരുടെ പട്ടിക മരവിപ്പിച്ച ദേശീയ നേതൃത്വം. കലോത്സവ ചൂടിൽ കൊല്ലം. സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. കുതിപ്പ് തുടർന്ന് കണ്ണൂർ. വെല്ലുവിളി ഉയർത്തി കോഴിക്കോടും പാലക്കാടും. വിശദമായി നോക്കാം. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ L1 അല്പസമയത്തിനകം ലക്ഷ്യസ്ഥാനത്തെത്തും. 1-ാം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിലാണ് ഉപഗ്രഹം പ്രവേശിക്കുന്നത്. ബംഗളൂരുവിലെ ISRO ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. ദൌത്യം വിജയിച്ചാൽ 1-ാം ലഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ISRO. പശ്ചിമ ബംഗാളിൽ ED സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് ഗവർണർ CB ആനന്ദബോസ്. സംസ്ഥാനത്ത് ജനാധിപത്യം അപകടത്തിലാണെന്നും സർക്കാർ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചതായും ഗവർണർ CB ആനന്ദബോസ് പറഞ്ഞു. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചു. തുടർ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആക്രമണത്തിൽ ഗവർണർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. EDയും പശ്ചിമബംഗാൾ പോലീസും FIR രജിസ്റ്റർ ചെയ്തതിന് പുറമെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് EDക്കെതിരെയും പരാതിയുണ്ട്. ആക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരും മുറുകുകയാണ്. മമതാ ബാനർജി രാജിവെക്കണമെന്നും NIA അന്വേഷണം വേണമെന്നും BJP ഉന്നയിക്കുമ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ഇന്ത്യ സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ ആവശ്യം ഉയരുകയാണ്. എന്നാൽ EDയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നാണ് തൃണമൂലിന്റെ വാദം. അതിനിടെ റേഷൻ അഴിമതിയിൽ തൃണമൂൽ നേതാവ് ശങ്കറാദ്യയെ ED അറസ്റ്റ് ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ED സംഘത്തിന് നേരെ കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകർക്ക് നേരെ CRPF ലാത്തിവീശി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ജനുവരി 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശിച്ചാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് അയക്കുന്നത് നേരത്തെ ഹൈക്കോടതി തടഞ്ഞിരുന്നു. ED നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ച തോമസ് ഐസക് മസാല ബോണ്ട് കേസിലാണ് വിളിച്ചു വരുത്തുന്നതെന്ന് പറയാൻ EDക്ക് 1.5 വർഷം വേണ്ടിവന്നതായി വിമർശനമുന്നയിച്ചു.
ഈ മാസം 12-ന് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെടുമ്പോൾ അതിലൂടെ ഇ ഡി വ്യക്തമാക്കുന്നത് മസാല ബോണ്ടിലുള്ള അന്വേഷണം ഇത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അയച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ തോമസ് ഐസക് എത്തിയിരുന്നു. അന്ന് തോമസ് ഐസക്കിന് ഏതാണ്ട് അനുകൂലമാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഹൈക്കോടതി കേസ് നിരീക്ഷിച്ചത്. കാരണം ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ മസാല ബോണ്ടിലുള്ള അന്വേഷണമാണെങ്കിൽ കിഫ്ബി തന്നിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് തന്റെ വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഈ നോട്ടീസ് ഭൂരിഭാഗവും വ്യക്തമാക്കുന്നത്. അത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള ഇ ഡിയുടെ ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നതായിരുന്നു തോമസ് ഐസക് ഹൈക്കോടതിയിലടക്കം ബോധിപ്പിച്ചിരുന്നത്. ഹൈക്കോടതിയും ഏതാണ്ട് അത് ശരിവെക്കുകയും ചെയ്തു. കാരണം ഈ നോട്ടീസ് പരിശോധിക്കുമ്പോൾ തോമസ് ഐസക്കിന്റെ വ്യക്തിഗത വിവരങ്ങളാണ് ഇതിൽ മസാല ബോണ്ടിനേക്കാൾ അധികം ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതിക്കും അതിൽ ശരിവെക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇ ഡി നോട്ടീസ് പിൻവലിച്ചിരുന്നു. പക്ഷേ അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന നിയമോപദേശം ഇ ഡിക്ക് ലഭിച്ചു. ഹൈക്കോടതിയും അത് ശരിവെക്കുകയും ചെയ്തു. തുടർന്ന കുറച്ചു നാളത്തേക്ക് ഇത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളിലും നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കാൻ തീരുമാനിക്കുക. ഇപ്പോൾ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇത് രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ കാണുന്നു. ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടുന്നു, ഒപ്പം തന്നെ നിയമപരമായി തന്നെ നേരിടുന്നു. തന്റെ കൂടി സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ആയിരിക്കും ഇക്കാര്യത്തിൽ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നോട്ടീസിന് ഹാജരാകുമെന്നതാണ് തോമസ് ഐസക് പറയുന്നത്. 12-ാം തീയതി ഹാജരാവണം എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യം കൂടി നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കും. ഏതായാലും നേരത്തെ ഉള്ളൊരു വ്യത്യാസമുണ്ട് നോട്ടീസിൽ. അന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വാരി വലിച്ചു കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരാമർശമൊന്നുമില്ല. ചില ക്ലാരിറ്റി അവർക്ക് വരുത്താൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വീണ്ടും നോട്ടീസ് അയച്ചതോടെ ഈ കേസിൽ മസാല ബോണ്ട വിഷയം വീണ്ടും സജീവമാകുകയാണ്. ഇത് രാഷ്ട്രീയപരമായ ഒരു നീക്കമെന്ന് തന്നെ തുടക്കത്തിൽ തന്നെയും CPM-ഉം ഇടതുപക്ഷവും എല്ലാം തന്നെ ഈ കേസിനെ കണ്ടതും ആ രീതിയിൽ തന്നെയാണ്. വീണ്ടും ഇ ഡി നോട്ടീസ് അയക്കുന്നതിലൂടെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇ ഡി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയുള്ള ആക്ഷേപങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. അത്തരം ആക്ഷേപങ്ങളും അത്തരം ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും വീണ്ടും സജീവമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും തോമസ് ഐസക് 12-ന് ഹാജരാകുമോ എന്നതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. അത് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇ ഡിക്ക് നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് കുത്തേറ്റു. കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ ബന്ധുവാണ് വണ്ടിപ്പെരിയാർ ടൌണിൽ വെച്ച് ആക്രമിച്ചത്. കുട്ടിയുടെ മുത്തശ്ശനും പരിക്കേറ്റു. ആക്രമണം നടത്തിയ പാൽരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നു രാവിലെ വണ്ടിപ്പെരിയാർ പശ്ചിമല ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന കുട്ടിയുടെ പിതാവിനും മുത്തശ്ശനും നേരെ പാൽരാജ് അസഭ്യം പറയുകയായിരുന്നു. ഇതോടെ വാഹനം നിർത്തി ഇരുവരും ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും പാൽരാജ് കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഈ പാക്കറ്റ് ഇന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലപ്പെടുത്തിട്ട് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം ബ്ലഡ് ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. കുട്ടിയുടെ പിതാവിന്റെ ഇരുകാലുകളിലും വയറിനും പരിക്കേറ്റു. മുത്തശ്ശന്റെ കൈക്കും വയറിനും നിസാര പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പാൽരാജിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട മൈലപ്ര വ്യാപാരിയുടെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട വലഞ്ചൂഴി സ്വദേശി ഹാരിബ്, തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ, മുരുകൻ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം മണി MLA. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് മര്യാദകേടാണ്. വല്ലയിടത്തും കിടക്കുന്ന വായ് നോക്കിയൊക്കെയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും എം മണി കട്ടപ്പനയിൽ പറഞ്ഞു. ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് സ്വാഗതം ചെയ്ത വ്യാപാരികളെയും എം മണി വിമർശിച്ചു. വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും എം മണി പ്രതികരിച്ചു. നമ്മുടെ നിയമസഭ പാസാക്കുന്ന ബില്ല് നിങ്ങളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് അയച്ചതല്ലേ ജനപ്രതിനിധികളെ? അവർ പാസാക്കിയ നിയമം അത് ഒപ്പിടുകയില്ലാത്ത നാരിയെ നിങ്ങൾ വിളിച്ച കച്ചവടക്കാർ കൊണ്ടുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദകേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ? അതോ നിങ്ങൾ പൂനായി എന്ന് വന്നവരാണോ? അല്ലല്ലോ.
അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനിയായ കച്ചവടക്കാരെന്ന സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് വഴക്കുള്ളതുകൊണ്ടൊന്നും പറയല്ല, ഇത് ശരിയല്ല. ഈ നാടിയെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമുള്ളതല്ല. ഞാനാണ് എൻ്റെ അഭിപ്രായം. അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകളാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആസരത്തിൽ ആപ്പടിക്കുന്ന പണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആപ്പടിക്കുന്നവനെ ഇവിടെ വെച്ച് കൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് സ്വീകരിക്കുന്ന മര്യാദകളാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഈ ഉള്ള മണിയുടെ എൻ്റെ ഒരു തെളിയ അഭിപ്രായമാണ്. വലിയ മുടിപ്പിലൊന്നും കൂട്ടണ്ട, ചെറിയ തോതിലൊന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആലോചിക്ക്, അന്ന് ഇടുക്കിയില്ല പ്രവർത്തിക്കണമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ. നമുക്ക് വേണേലാകാം, സമയമുണ്ട്, സമയമൊന്നും പോയില്ല. അതുകൊണ്ട് ഏതായാലും ഒരു മര്യാദകേടുണ്ട് അതിനകത്ത്. ഗവർണർ നമുക്കിട്ട് പഠിക്കുക, ഇവിടുത്തെ കച്ചവടക്കാർ നമ്മുടെ സുഹൃത്തുക്കളുടെ അയലെ വിളിച്ച് കൊണ്ടുകൊണ്ട് ഉള്ളിലേക്ക് വെച്ച് സ്വീകരിക്കുക. മര്യാദക്കാട് ഏതായാലും അതൊന്ന് പുനരാലോചിക്കണമെന്നാണ് ആലോചിക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അതാണ്. ഏതായിരുന്നാലും ഒരു കാര്യമാണ്, ഭൂപരിഷ്കരണ നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കുന്ന നാലാന്തരത്തിലെ അഞ്ചാന്തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കും. ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. പോലീസ് സർക്കാരിന് കീഴിലാണ്, പ്രതിഷേധം നടത്തുന്നതും സർക്കാരിന്റെ ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ നാടകമെന്നും ഗവർണർ പ്രതികരിച്ചു. Why not? Whatever constitutional duty is there, why this question should be asked? There is no doubt about that. Is there a breakdown of communication between the government and you, sir? I do not know. Why do you say that? Because day before yesterday, there was an ordinance, I have signed it. I do not know why anybody should say that. And where is the conflict? There is no conflict. If we respect, we don't try to trespass into the duties of the others. There is no conflict. Now the Honorable Supreme Court has made it so abundantly clear that you cannot interfere in the statutory functions of the Chancellor. Where is the conflict? I'm really not able to understand. Where is the conflict? There is no conflict. Protests are continuing, sir. So what? So what? Democracy, everybody has a right if they feel. The only thing is that if they try to, what they were doing that day, they were damaging my car, they were hitting the car from all sides, then I will get down from the car. If they do it from a distance, I do not mind. What is the problem? But the police are changing the route every day and the security I'm not concerned with that. That is not, I do not decide the route or whatever it is. I do not decide about the route. The police is under their administrative control. The people who are organizing the protest, they belong to them. So this is a drama which is being staged by them. Unnecessarily they are harassing the police. Right? Both the people, police comes under the Chief Minister, and this organization belongs to the ruling party. So on one hand they are doing this, on the other hand they are, what can I say? This is only a drama. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പട്ടത്ത് വെച്ചാണ് സംഭവം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കായംകുളത്തെ പരാജയത്തിൽ പാർട്ടിക്കെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ.
2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് ജി സുധാകരൻ ആരോപിച്ചു. CPM നേതാവ് കെ ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിട്ടും തനിക്കെതിരെ നിന്നു. മനസ്സിൽ ഒന്നു കരുതുകയും പുറകിൽ കഠാരൊളിപ്പിച്ച് കുത്തുകയും ചെയ്യുന്നതാണ് പലരുടെയും ശൈലി. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും സുധാകരൻ വിമർശിച്ചു. സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണത്തിലെ പ്രസംഗത്തിലായിരുന്നു കായംകുളത്തെ തന്റെ പരാജയത്തെക്കുറിച്ചുള്ള ജി സുധാകരന്റെ വിമർശനം. 2001 താൻ കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റത് CPMനുള്ളിലെ കാലുവാരൽ കൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. പിന്നിൽ നിന്ന് കുത്തുന്നവരുടെ രാഷ്ട്രീയമാണ് കായംകുളത്തിനെന്നും ആരോപിച്ച അദ്ദേഹം ഇടതുപക്ഷമെന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും പറഞ്ഞു. നമ്മൾ 2 വോട്ടിന് ജയിക്കണം. ഞാനിവിടെ MLA ആണ്. അപ്പോൾ ഇവിടെ ജാഥയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ കയറ്റി. ഇവിടെ 2 വോട്ടിന് തോറ്റാണ് തിരിച്ചു വരുന്നത്. അതിനാണ് കായംകുളത്തെ കുപ്രസിദ്ധമായ കാലുവാരൽ എന്ന് പറയുന്നത്. പരമ്പരാഗതമായി നടത്തുന്ന കാലുവാരൽ. കാലുവാരെന്ന ഒരാൾ മരിച്ചാൽ അയാളുടെ ഒരു പ്രതിനിധി അടുത്തവണ ജനിക്കും. ഒരിക്കലും ഇല്ലാതാവില്ല. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും സുധാകരൻ പരിഹസിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ല. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. CPM നേതാവ് കെ ചെല്ലപ്പൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായിട്ടും തനിക്കെതിരെ നിന്നു. വോട്ട് കൊടുക്കരുതെന്ന് നടന്നു പറഞ്ഞു. 300 വോട്ടാണ് അവിടെ മാത്രം കുറഞ്ഞത്. മകനെ കെ ചെല്ലപ്പൻ്റെ മകളും എടുത്തുകൊണ്ട് പോയി. അതായത് കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാണിക്കുന്നില്ല. തർക്കം. ആ അമ്മ പാർട്ടി വെച്ച് വന്നു. ഞാൻ പറഞ്ഞ കേൾക്കുമെന്നാണ് അവിടെ വിശ്വാസം. ഞാൻ പറഞ്ഞു KS പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്ഥാനാർത്ഥി ഇറങ്ങുമെന്ന് എനിക്ക് കാര്യമല്ലോ. പുള്ളി ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയില്ലേ. ഞാൻ ജയിക്കണമെന്നല്ല. പുള്ളി കുട്ടിയുടെ കാര്യമാണ്. മരിച്ചു പോയാൽ പറയാതിരിക്കാൻ ഞാൻ തോറ്റുപോയി. അവരാരും 100-300 വോട്ടാണ് അങ്ങ് മാറിയല്ല. കൊച്ചിൻ്റെ എൻ്റെ കൊച്ചാണോ? ഞാൻ വല്ലതും ചെയ്തിട്ടാണോ? ഞാൻ ഇവിടുത്തെ രീതി. മനസ്സിൽ ഒന്നു കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ചു കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ഇത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ മുതിർന്ന നേതാവായിട്ടും പാർട്ടി പരിപാടികളിൽ നിന്ന് പലപ്പോഴും ആലപ്പുഴയിലെ പൊതുനേതൃത്വം മാറ്റി നിർത്തുകയാണ്. എന്നാൽ ജില്ലയിലെ സംഘടനകളുടേതടക്കം മറ്റു പല പരിപാടികളിലും സുധാകരൻ സജീവമാണ്. ഈ വേദികളിലെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും നേതൃത്വത്തിനെതിരെയും സമകാലീന സംഭവങ്ങളിലെ വിയോജിപ്പും അടുത്തിടെയായി സുധാകരൻ പ്രകടിപ്പിക്കുക പതിവാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഇടവേള. പഴയതെല്ലാം മറന്നിക്കും. വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. മനു ഭരത് വിവരങ്ങൾ പങ്കുവയ്ക്കും. മനു, അങ്ങനെ ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം വിജയിച്ചു അല്ലേ? അത് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ദൗത്യം കൂടി ഇന്ത്യയുടെ പേടകം വിജയത്തോട് അടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത വന്നതിന് തൊട്ടുപുറകെയാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൂര്യ പരിവേഷണ ദൗത്യമായ ആദിത്യ L1 അതിന്റെ ലഗ്രാഞ്ച് പോയിന്റ് അതായത് L1ൽ എത്തുകയാണ്. ഇനി അടുത്ത 5 വർഷം ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് ആദിത്യ L1 ഇന്ത്യൻ ബഹിരാകാശ പേടകം സൂര്യനെ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കും. ഭവ്യ സൂചിപ്പിച്ചതുപോലെ 2023 സെപ്റ്റംബർ 2 ഈ പേടകം വിക്ഷേപിച്ചത്. സെപ്റ്റംബർ 19 ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം വിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര തുടർന്നത്. പിന്നീടുള്ള ദീർഘമായ യാത്ര അങ്ങനെ 126 ദിവസം 125 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 126ാമത്തെ ദിവസത്തെ യാത്രയ്ക്ക് ഒടുവിൽ പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വളരെ വിജയകരമായി 37 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പേടകത്തിന് കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടം. പേടകം അതിന്റെ എല്ലാവിധ സാങ്കേതിക മികവോടും കൂടി തന്നെയാണ് ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ. ശാസ്ത്രീയമായ വിവരങ്ങൾ ഭൂമിയിൽ എവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയും എന്ന് നേരത്തെ തന്നെ ISRO വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആഴ്ചകൾക്ക് മുമ്പ് ആദിത്യ L1 പകർത്തിയ സൂര്യന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള
വിവരങ്ങൾ സൂര്യനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് ആണ് ഈ ലഗ്രാഞ്ച് പോയിന്റുകളെ പറ്റി പ്രധാനമായി പഠനം നടത്തിയത്. ഈ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചിന്റെ പേരിൽ ആണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന സ്ഥാനം, പിന്നെ അതിന് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചിന്റെ പേരാണ് ഈ ലഗ്രാഞ്ച് പോയിന്റിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ, അതായത് ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിൽക്കുമ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ വേഗതയിൽ തന്നെ തൽക്രമമായി സ്ഥിരമായി നിന്നുകൊണ്ട് സൂര്യനെ ചുറ്റാനാകും. സൂര്യനെയും ഭൂമിയെയും നേർരേഖയിൽ ബന്ധിപ്പിച്ചാൽ സൂര്യനും ഭൂമിക്കും ഇടയിലായി ഭൂമിയിൽ നിന്ന് ഒരു 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് നമ്മൾ ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ 1475 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു ആദിത്യ L1ന്. ഭൂമിയിൽ നിന്ന് ഇത്രയും 15 ലക്ഷം കിലോമീറ്റർ, ഈ 1475 കിലോഗ്രാം ഭാരമുള്ള ആദിത്യ L1 വിക്ഷേപണം ചെയ്ത് വിജയകരമായി അതിന്റെ ഉദ്ദേശ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ബഹിരാകാശ നേട്ടം എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാവുന്ന ഈ ദൗത്യത്തെ കാണേണ്ടത്. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനം, അതുപോലെ ബഹിരാകാശ കാലാവസ്ഥ, അതുപോലെ സൂര്യനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ, സൂര്യന്റെ റേഡിയേഷൻ, കാന്തിക വികിരണങ്ങൾ, ഭൂമിയെ ബാധിക്കുന്നത് എങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാനാകും. സൂര്യന്റെ പുറം ഭാഗത്ത് നിന്ന് ഉള്ള പഠനത്തോടൊപ്പം അത് ഭൂമിയുടെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് പഠിക്കാനാകും. അടുത്ത 5 വർഷത്തേക്കാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രാജ്യത്തിന്റെ നേട്ടമെന്നതിനേക്കാൾ ഇത് ലോകത്തിന്റെ നേട്ടമായി കൂടി നമുക്ക് കാണാൻ കഴിയും. സൂര്യന്റെ ചലനാത്മകതയെക്കുറിച്ച്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒട്ടനവധി ശാസ്ത്രീയമായ വസ്തുതകൾ നമുക്ക് പിന്നെ ഈ പഠനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂര്യന്റെ പ്രഭാമണ്ഡലം എന്ന് നമ്മൾ പറയുന്ന ഈ ഫോട്ടോസ്ഫിയർ, അതുപോലെ ക്രോമോസ്ഫിയർ, ബാഹ്യപാളികളായ പിന്നെ കൊറോണ എന്നിവയെ കുറിച്ചുള്ള പഠനത്തിനായുള്ള 7 പേലോഡുകൾ ആദിത്യ L1 ഉണ്ട്. ഈ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് നിർമ്മിച്ച VELC എന്ന പേലോഡ്, അതുപോലെ പൂനെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമിക് ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച SUIT എന്ന പേലോഡ്, അതുപോലെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്ന് വികസിപ്പിച്ച ആസ്പെക്സ് എന്ന പേലോഡ്, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള ഈ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നുള്ള PAPA പാപ്പ, ഇങ്ങനെ 7 പേലോഡുകൾ കൂടി അടങ്ങിയതാണ് ആദിത്യ L1ന്റെ പേടകം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ഈ ഒരു ദൗത്യം അത് രാജ്യത്തിന് എക്കാലത്തും ഒരു ചരിത്ര വിജയമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. തീർച്ചയായും ചരിത്രം പിറന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 വിജയകരമായി ലക്ഷ്യത്തെത്തിയിരിക്കുന്നു. 127 ദിവസവും 15 ലക്ഷം കിലോമീറ്ററും നീണ്ട യാത്ര പൂർത്തിയാക്കി ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയതുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പേടകം 1-ാം ലഗ്രാഞ്ച് ബിന്ദുവിൽ എത്തിയതായി ISRO സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, ഇനി എന്തായാലും ഈ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ അടക്കം ഈ ദൗത്യങ്ങളിൽ പേടകങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനടക്കം ആദിത്യ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമായിരിക്കും, അല്ലേ? അതെ, ഇന്ത്യക്ക് മുന്നിൽ ഇനി ഗഗൻയാൻ പദ്ധതി നമുക്ക് മുന്നിലുണ്ട്. യാത്രക്കാരില്ലാത്ത 2 റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള വിക്ഷേപണം. അതുപോലെ തന്നെ ഇനി നമ്മൾ നേരത്തെ തന്നെ ചന്ദ്രനിലേക്ക് നമ്മളൊരു ദൗത്യം നടത്തിയിരുന്നു. അവിടെ നിന്ന് ഇനി സാമ്പിൾ എടുത്ത് തിരിച്ചു മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് പിന്നീട് ആളുകളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിനും ഉൾപ്പെടെയുള്ള പ്രയത്നങ്ങൾ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ബഹിരാകാശ രംഗത്തെ ഇത്തരം പ്രയത്നങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും L1 ബിന്ദുവിൽ എത്തി എന്നതുകൊണ്ട് തന്നെ പേടകത്തിന് മറ്റ് തടസ്സങ്ങളില്ലാതെ തുടർച്ചയായി സൂര്യനെ നിരീക്ഷിക്കാൻ കഴിയും. L1 ബിന്ദുവിലെത്താൻ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആകെ ദൂരത്തിന്റെ 1% ആദിത്യ L1 സഞ്ചരിച്ചത്. 5 വർഷം നമുക്ക് ഈ പേടകം നമ്മൾ അതിന്റെ ഒരു ആയുസ്സായി പ്രതീക്ഷിക്കുന്നു. അതിൽ കൂടുതൽ ഒരുപക്ഷെ ISRO
ഈ പേടകത്തിന് ആയുസുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും അത് കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി നമ്മൾ കണക്കാക്കുന്നത് 5 വർഷത്തെ ഒരു ആയുസാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ നമുക്ക് അത് നിലനിൽക്കാനാകും. അതുപോലെ തന്നെ 7 പേലോഡുകൾ, അതിൽ 4 എണ്ണം സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, അതുപോലെ ഉള്ള പുറംപാളി എന്നിവയെക്കുറിച്ചുള്ള വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവ L1 പോയിന്റിൽ നിന്നും വിവിധ തരം കണികകളെക്കുറിച്ചും തരംഗങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള പഠനത്തിന് വേണ്ടിയും ഒക്കെയാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ പദ്ധതിയുടെ വിജയം രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് വാനോളം ഉയർത്തിയതെങ്കിൽ അതിലും അപ്പുറത്തേക്ക് നീങ്ങുന്നു ആദിത്യ L1 ലേക്ക്. ആദിത്യ L1ന്റെ വിജയം ഇനി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് നടത്താനിരിക്കുന്ന വിജയകരമായ ദൗത്യങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ ദൗത്യത്തെ നമ്മൾ കാണുന്നത്. ഏതായാലും സെപ്റ്റംബർ 19 ഭൂമിയുടെ ഗുരുത്വാകർഷണം മറികടന്ന് പുതിയ ഭ്രമണപഥത്തിലേക്ക് നീങ്ങിയ ആദിത്യ L1 ഈ വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന നിമിഷം, ബഹിരാകാശ രംഗത്തെ നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. മനു, എന്തായാലും ഈ പേടകത്തിലെ എല്ലാ ഉപകരണങ്ങളും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ വിലയിരുത്തൽ? പേടകത്തിനകത്തുള്ള 7 പേലോഡുകളും മികച്ച രീതിയിൽ തന്നെയാണ്. അതിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരുവിൽ നിന്നുള്ള ലബാർട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത മാഗ്നോമീറ്റർ ഒരു സുപ്രധാനമായ പേലോഡാണ്. അതുപോലെ നമ്മുടെ UR റാവു സ്പേസ് സാറ്റലൈറ്റ് സെന്ററിൽ നിന്നുള്ള സോലക്, അതുപോലെ HEL-1OS എന്ന ഈ പേലോഡുകൾ, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള നിന്നുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത പ്ലാസ്മ അനലൈസർ, ഇതെല്ലാം ആദിത്യ L1നെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള പേലോഡുകളാണ്. ഈ പേലോഡുകൾ എല്ലാം കൃത്യമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന പേടകത്തിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. പേടകങ്ങളെല്ലാം കൃത്യമായി വരുന്ന പൂർണ്ണ വിജയം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ISROന്റെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി അത് സംബന്ധിച്ച് കൂടുതൽ വിപുലമായി വരേണ്ടതുണ്ട്. ഏതായാലും തുടക്കത്തിൽ ഇത് വിജയം എന്ന നിലയിലേക്കാണ് നമ്മൾ നോക്കിക്കാണുന്നത്. തീർച്ചയായും എന്തായാലും 5 വർഷം അവിടെ തുടർന്ന് സൂര്യനെ കുറിച്ച് പഠിക്കുക തന്നെയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യമല്ല. ഏതൊക്കെ തരത്തിലുള്ള പഠനങ്ങളാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത് മനു? അത് പ്രധാനമായും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 പേലോഡുകളാണല്ലോ ആദിത്യ L1ൽ ഉള്ളത്. അതിൽ 4 എണ്ണം സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, അതുപോലെ തന്നെ ക്രോമോസ്ഫിയർ, പിന്നെ പുറംപാളി എന്നിവയെ പറ്റിയുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും വിനിയോഗിച്ചിട്ടുള്ളത്. മറ്റുള്ളവ L1 പോയിന്റിൽ നിന്നുള്ള വിവിധ തരം കണികകളെ സംബന്ധിച്ചും തരംഗങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള പഠനത്തിന് വേണ്ടിയാണ് പ്രധാനമായും വിനിയോഗിക്കുക. സൂര്യന്റെ പുറംഭാഗത്ത് നമുക്ക് ഈ താപ വ്യതിയാനം, അതുപോലെ ബഹിരാകാശ കാലാവസ്ഥ, അപ്പൊ കാലാവസ്ഥാ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ സുപ്രധാനമായ വസ്തുതകളാണ് നമുക്ക് ഇനി ലഭിക്കാൻ പോകുന്നത്, വിവരങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ബഹിരാകാശ കാലാവസ്ഥ, അതുപോലെ സൂര്യന്റെ റേഡിയേഷൻ, കാന്തിക വികീകരണം തുടങ്ങി ഭൂമിയെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ഈ ആദിത്യ L1 വഴി നമുക്ക് കഴിയുമെന്നാണ്. തീർച്ചയായും എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനം വാനോളം ഉയർന്ന നിമിഷം, ചരിത്രം പിറന്നു എന്ന് തന്നെ പറയാം. 127 ദിവസവും 15 ലക്ഷം കിലോമീറ്റർ നീണ്ട യാത്ര പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. മനു ഭരത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5770, പവന് 46,160, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3,525. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി